ജിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിലും 3 നേരം നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടും. ജിമ്മിൽ പോണവർക്കായാലും എല്ലാവർക്കും. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. മുട്ട അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. തക്കാളി, ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ക്യാപ്സിക്കം, സവാള, വെണ്ടയ്ക്ക, കോവയ്ക്ക, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണ്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് തക്കാളി, അതിലേക്ക് ക്യാരറ്റ്, കുറച്ച് വെണ്ടയ്ക്ക, ക്യാപ്സിക്കം, വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 2 കതിർ വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 3 മുട്ട. ആദ്യം തന്നെ സ്പൂൺ വെച്ച് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ വെച്ച് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ചേർത്തിരിക്കുന്നത് 3 മുട്ടയാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇത് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് അടി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒറ്റയടിക്ക് മറിച്ചിട്ട് വേവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിത് 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളറായി വരണം. അങ്ങനെ നമ്മൾ എല്ലാ പീസുകളും മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് അധികം വേവിക്കാൻ പാടില്ല. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഫുഡ് റെഡിയായി. നമുക്ക് മക്കൾക്ക് കൊടുക്കാം. അവരെങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയും. ഇത് സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഇതിൽ കുറച്ച് പച്ചക്കറി ആഡ് ചെയ്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരു പേര് സജസ്റ്റ് ചെയ്ത് തരാമോ? അപ്പോൾ ജിയ വ്ളോഗ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.